ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മോഷൻ പാർട്ട് 2, അതായത് ഇന്നലെ നമ്മൾ മോഷൻ്റെ പാർട്ട് 1 ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 30 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം പ്രത്യേകത നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് പല പല ക്വസ്റ്റ്യൻസിലുള്ള ലീഡുകളാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളിതിനെ എക്സ്പ്ലനേഷനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് കാണാൻ ശ്രമിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. സോ നോക്കൂട്ടാ, ഇന്ന് നമുക്ക് നോക്കാവുന്ന മോഷൻ പാർട്ട് 2, രണ്ടാമത്തെ കുറച്ചുകൂടി നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂട്ടാ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The motion of a freely falling body is an example of uniformly accelerated motion, uniform velocity, variable acceleration and variable velocity. The answer is uniformly accelerated motion. Because every body അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളിപ്പോൾ ഒരു കല്ലിന് നമ്മൾ വെറുതെ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഞാനൊരു കല്ലിനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആ ഒരു മോഷൻ എങ്ങനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? നോക്കൂട്ടെ, കല്ലിന് ഞാൻ ഇങ്ങനെ വിടുകയാണ്. ഈ മോഷൻ എനിക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം S=ut + ½ at² ആണ് ബേസിക് ആയിട്ടുള്ള ന്യൂട്ടൻ്റെ 3 ഇക്വേഷൻസിലെ ഒരു ഇക്വേഷൻ. ഈ ഒരു കല്ലിങ്ങനെ താഴെ ഇടുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും ഞാനിങ്ങനെ പുഷൊന്നും കൊടുക്കണല്ലോ, വെറുതെ ഇങ്ങനെ ഇടുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ½ ഇൻറ്റു താഴേക്കാണ് വരുന്നത് അല്ലേ? താഴേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്കിയ GT². സോ S=½ GT² എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷൻ ഓഫ് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണം തന്നെ എന്താണ്? G എന്ന് പറയുന്ന ആളാണ്. സോ ഇവിടെ ആകെയുള്ള ആക്സലേഷൻ എന്താണ്? G ആണ്. ജിയുടെ പ്രത്യേകത നമുക്കറിയാം. എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സലേഷൻ. എപ്പോഴും 9.8 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ആക്സലേഷൻ. കോൺസ്റ്റന്റ് ആക്സലേഷൻ. അതുകൊണ്ടാണ് ഇതിന് യൂണിഫോംലി മീൻസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ്ലി ആക്സലേറ്റഡ് മോഷൻ ആണ് ഒരു ഫ്രീ ഫോളിംഗ് ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇക്വേഷൻ വെച്ച് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ, കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. കഥ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഡ്യൂറിങ് യൂണിഫോം മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ശ്രദ്ധിക്കണം, വിച്ച് മീൻസ് എ ഡയറക്ഷൻ ഇസ് ദേർ. സ്ട്രെയിറ്റ് ലൈൻ, ദ ഡാഷ് റിമെയിൻസ് കോൺസ്റ്റന്റ്. മൈ ഡിയേഴ്സ്, ഒരു യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് യൂണിഫോം മോഷൻ എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ദ വെലോസിറ്റി വിൽ ബിക്കം കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ഇഫ് ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് മോഷൻ. ഒരു ഡയറക്റ്റഡ് മോഷനിലാണെങ്കിൽ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം നോൺ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു മോഷനിലും ഇതുപോലുള്ള യൂണിഫോം മോഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഒരിക്കലും വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ നമുക്ക് സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലോങ് സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞാൽ ദർ ഈസ് എ ഡയറക്ഷൻ. സ്ട്രെയിറ്റ് ലൈൻ പറയുമ്പോൾ ഡയറക്ഷൻ ഉണ്ട് അവിടെ, മനസ്സിലാവുന്ന ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ വെലോസിറ്റി. ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തത്, പവർ എക്സേർട്ടഡ് ബൈ ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡാഷ്. കൂട്ട പവർ എന്ന് പറയുന്നത് ഫോഴ്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. പവർ എക്സേർട്ടഡ് ബൈ എ ഒബ്ജക്റ്റ് നമുക്കറിയാം കൂട്ടാ. പവറിന്റെ ജനറലി നമുക്കറിയാം ഇക്വേഷൻ വർക്ക് ഡൺ ബൈ ടൈം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം. കറക്റ്റ് അല്ലേ? പവർ ഈസ് വർക്ക് ഡൺ ബൈ ടൈം, വിച്ച് നത്തിങ്. വർക്ക് ഡൺ പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സിംപിളി F.S എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഡിവൈഡ് ബൈ ടൈം. വാട്ട് ഈസ് ദിസ്? S/T or displacement by time. It is nothing but velocity. So force into velocity രണ്ടും വെക്ടർ തന്നെയാണ്. ഈസ് കോൾഡ് ദി പവർ. മനസ്സിലാണ്ടോ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. സോ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? പവർ എന്ന് പറയാ. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. പവർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ബിക്കോസ് F.S/T ആണ്, അല്ലെങ്കിൽ F.V ആണ്. ഈ .V എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. എന്താ പറയൂട്ടാ? സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് എ സ്കെയിലാർ, നോട്ട് എ വെക്ടർ. ഈവൻ ദോ ഇറ്റ് ഇസ് മൾട്ടിപ്ലൈ ഓർ ഇറ്റ് ഇസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് എ സ്കെയിലാർ. ഡിഫറൻസ് മനസ്സിലാക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് ആണ് വെക്ടർ എന്ന് പറയുന്നത്. A cross B = AB sin θ. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് വെക്ടർ. ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഓൾവേസ് എ സ്കെയിലാർ. F.S it is a work done. It is a scalar. F.V it is a vector. Sorry, it's a scalar because it's a power. So power P is equal to F.V ആണെന്ന് ഓർത്തിരിക്കാം. And it's a scalar എന്നും കൂടി ഓർത്തിരിക്കാം. It's a scalar എന്നും കൂടി ഓർത്തിരിക്കാം. ക്ലാരിറ്റി വന്നു വിചാരിക്കും. അപ്പോൾ പവറിന്റെ വേറൊരു ഇക്വേഷൻ പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നും കൂടി ആലോചിക്കണം കേട്ടോ, മനസ്സിലാക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടാ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് ഓൺ ഐസ് ബിക്കോസ് ഡാഷ്. ഐസിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാരണമാണ്. കാരണം അവിടെ ഫ്രിക്ഷൻ ഇല്ല. ദർ ഇസ് നോ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂട്ടാ? ഇറഗുലാരിറ്റി ഇൻ സർഫസ് ആണ് ഫ്രിക്ഷന് കാരണമാണ്. ഇപ്പം നമ്മുടെ കൈ ഇങ്ങനെ രണ്ടും പിടിച്ച് ഞാനിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ഒരു ചൂട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ കൈനറ്റിക് എനർജി കുറച്ച് ഭാഗം ഫ്രിക്ഷൻ എനർജി ആയിട്ട് കൺവേർട്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു ഹീറ്റായിട്ട് അതിനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാണ്ടോ? വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മെഷീൻസിന്റെ പാർട്ടൊക്കെ ചൂടാവുന്നത്, ഇറ്റ്സ് ഓൾ ഡ്യൂ ടു ഫ്രിക്ഷൻ. മനസ്സിലാണ്ടോ? അപ്പൊ ഫ്രിക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം? ഇറഗുലാരിറ്റി ഇൻ സർഫസ് വേണം. ഐസിന്റെ സർഫസ് എന്ന് പറയുന്നത് ഇറഗുലർ അല്ല, ഇറ്റ് ഈസ് യൂണിഫോം ആണ് ഐസിന്റെ സർഫസ്. വിച്ച് മീൻസ് മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഈക്വൽ ആയിട്ട്, വളരെ പാക്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ്. വിൽ നോട്ട് ബി. ആൻഡ് അഫ്കോഴ്സ് നമ്മൾ ചവിട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അപ്പം തന്നെ മെൽട്ടായിട്ട് അത് ലിക്വിഡായിട്ട് മാറും. ഐസിന്റെ മുകളിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അപ്പം അവിടെ പ്രഷർ കൂടും മക്കളെ. പ്രഷർ കൂടിയ അപ്പം ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രഷർ കൂടുമ്പോൾ ഐസ് മെൽറ്റ് ആവും. നമ്മൾ കുഞ്ഞുനാളൊരു ഐസിന്റെ ബ്ലോക്ക് എടുത്തിട്ട് ഐസിന്റെ ബ്ലോക്കിന്റെ മുകളിൽ ഒരു ത്രെഡിനെ 2 വെയിറ്റ് ഇട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ ആ ത്രെഡ് ഇങ്ങനെ ഉള്ളിക്കുള്ളി ഇറങ്ങി അത് ബ്രേക്ക് ആവുന്ന കണ്ടിട്ടില്ല. വിച്ച് മീൻസ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് വിൽ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ആവാനുള്ള അതിന്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടി താഴെ പോകും പ്രഷർ അപ്ലൈ ചെയ്താൽ. അപ്പൊ പ്രഷർ ഇവിടെ നമ്മൾ ഐസിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചവിട്ടുമ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, മെൽറ്റിംഗ് പോയിന്റ് വീണ്ടും കുറയുന്നു, നമ്മുടെ ഫുട്ടിന്റെ തൊട്ടടിയിലുള്ള വെള്ളം ഐസ് വെള്ളമായി മാറുന്നു, ഫ്രിക്ഷൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. വെള്ളത്തിൽ കൂടെ നടക്കാൻ കിട്ടുന്നുണ്ടോ നമുക്ക്? വൈ? ബിക്കോസ് ദർ ഇസ് നോ സഫിഷ്യന്റ് ഫ്രിക്ഷൻ ടു വിത്ത്സ്റ്റാൻഡ് അവർ ഫുട്ട് അല്ലേ? അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാ, ചവിട്ടി നടക്കാൻ നമുക്ക് സാധിക്കില്ല. ദർ ഇസ് നോ ഫ്രിക്ഷൻ. സോ ഓഫ് കോഴ്സ് ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ദ കഥ. മനസ്സിലായി? ബാക്കിയൊന്നും വരില്ല. ലാക്ക് ഓഫ് എനർജി, ലാക്ക് ഓഫ് ഫിനിഷ് ഒന്നും അല്ല, ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. ക്ലിയറിറ്റി വന്നില്ലോട്ടാ? അടുത്തത്, ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്പ്രിന്റർ ഡ്യൂറിങ് റേസ് ലൈസ്. സ്പ്രിന്റർ പറഞ്ഞ ഓട്ടക്കാരൻ, നല്ല റേസിലൊക്കെ ഓടുന്ന ആള്, അയാളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും ഓടുന്ന സമയം എന്നാണ് ചോദിച്ചത്. ഒരാൾ നിൽക്കുന്ന സമയത്ത് കൂട്ടാ അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫൂട്ടിലൂടെ താഴേക്ക് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുണ്ടോ? സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാൽ എൻ്റെ ഹോൾ ബോഡി ഓഫ് ദ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞത്. എൻ്റെ ഹോൾ ബോഡി എൻ്റെ 2 കാലിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുമാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റ് ഫൂട്ടിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. മനസ്സിലാണ്ടോ? ഇനി ഞാൻ എപ്പോഴാണോ അങ്ങനെ ഓടാൻ തുടങ്ങുമ്പോൾ, ഈ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടാ? എൻ്റെ ബോഡി ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് കാല് കൊണ്ട് പുറകിൽ ഭൂമിയെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ഓടുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ വൺസ് ഞാനിങ്ങനെ ബോഡി ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കാലിൻ്റെ ഫൂട്ടിൽ നിന്നും മുന്നിലോട്ട് വരും. ബോഡിയുടെ മുന്നിലോട്ട് എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓടാൻ കഴിയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറുകയാണ് അവിടെ. നമ്മളിങ്ങനെ ചരിയുമ്പോൾ ബോഡിയുടെ വെയിറ്റ് മൊത്തം ബാലൻസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആകുമ്പോൾ കാലിലാണ് വെയിറ്റ് എങ്കിലും ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് എവിടെ? കാലിന്റെ തൊട്ട് മുന്നിലോട്ട് വരും. കാര്യം മനസ്സിലാവണ്ട? സെന്റർ ഓഫ് ഗ്രാവിറ്റി പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ. ഇപ്പൊ പിസാ ഗോപുരം ചരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്, സ്റ്റേബിളായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? പിസാ ഗോപുരത്തിന്റെ ഇപ്പൊ പണ്ട് പിസാ ഗോപുരം ഇങ്ങനെയായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ തിങ് ആണ് കേട്ടോ, അത് വെരി ബ്യൂട്ടിഫുൾ തിങ് ആണ്. പണ്ട് പിസാ ഗോപുരം ഇങ്ങനെയായിരുന്നു കെട്ടുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതിലൂടെയാണ് കടന്നുപോയത്, ജി എന്ന് പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി കെട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ പിസാ ഗോപുരം എന്തായി? ഇങ്ങനെ ചരിഞ്ഞു. പിസാ ഗോപുരം ഇങ്ങനെ ചരിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഫൂട്ടിൽ കൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. എപ്പോഴാണോ അതിന്റെ ബേസിൽ കൂടെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കടന്നു പോകുന്നത് അത്രയും സമയം അത് വീഴത്തില്ല. അതുകൊണ്ട് അത് ഒരു ഫോഴ്സിനും വിധേയമാകാതെ, അതായത് ഗ്രാവിറ്റേഷൻ മാസം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് വീഴാതെ നിൽക്കുന്നത്. ഇനി ഓടുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആ കാലിന്റെ ഉള്ളിൽ കൂടെ ഫൂട്ടിലേക്കായിരുന്നു. അത് ഓടുന്ന സമയത്ത് ഫൂട്ടിൽ നിന്ന് മാറി ഫ്രണ്ടിലോട്ട് മാറും സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇങ്ങനെ വീണ് കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ്. ആ വീഴാനുള്ള ടെൻഡൻസിനെ ഓപ്പോസ് ചെയ്താണ് കാല് കൊണ്ട് കുത്തി മുന്നിലോട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ റേസ്. മനസ്സിലാകണ്ടോ? എ ഹെഡ് ഓഫ് ഹിസ് ഫീറ്റ് ഈസ് ദ ആൻസർ. വെരി ബ്യൂട്ടിഫുൾ തിങ്, വെരി ബ്യൂട്ടിഫുൾ. എ ഫോഴ്സ് മേ ചേഞ്ച് ഡാഷ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഫോഴ്സിനെ ഒരു ഒബ്ജക്റ്റിന്റെ എന്തിനെ ചേഞ്ച് ചെയ്യാനാണ് പറ്റുക? സ്പീഡിനെയാണോ, ഡയറക്ഷനെയാണോ, ഷേപ്പിനെയാണോ, എല്ലാത്തിനെയാണോ? ദ ആൻസർ ഈസ് ഓൾ. ഒരു ഫോഴ്സ് കൊണ്ട് ഒരു ബോഡിയുടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അല്ലേ? എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ സ്പീഡിന് മാറ്റാൻ പറ്റില്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്താ. ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ലേ? ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് ഓടും അല്ലേ?
ഫോഴ്സ് കൊണ്ട് ഡയറക്ഷൻ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഫോഴ്സ് കൊണ്ട് അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റും കൂട്ടാ, അല്ലേ? ചപ്പാത്തി മാവൊക്കെ നമ്മൾ ഇടിക്കുന്ന കണ്ടില്ലേ, ഇടിച്ച് പരത്തി പല പല ഫോമിലാക്കി നമ്മൾ ചപ്പാത്തിയും ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നു, പക്ഷേ ഷേപ്പ് മാറ്റിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ചെയ്യാൻ ഫോഴ്സിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അടുത്ത ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ കൂട്ടാ, ഫ്രിക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഫ്രിക്ഷൻ എങ്ങനെയൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഒന്ന് പോളിഷിങ് സർഫസസ്, അടുത്ത യൂസ് ഓഫ് ലൂബ്രിക്കൻസ്, ഡിക്രീസിങ് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഏരിയ എന്നാണ് കേട്ടോ, ഡിക്രീസിങ് ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഓൾ. ദ ആൻസർ ഈസ് ഓൾ. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറഗുലാരിറ്റി കുറയും അല്ലേ? കാരണം ഇറഗുലാരിറ്റിയിലൊക്കെ പോയിട്ട് നമ്മൾ പോളിഷ് ചെയ്യുന്ന, അങ്ങനെ പോളിഷ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ എന്താ കൂട്ടാ? രണ്ട് മൂവിങ് കോണ്ടാക്റ്റുകളുടെ ഇടയിൽ വരുന്ന ഇറഗുലാരിറ്റി, അവരുടെ ഇടയിലുള്ള ഇറഗുലാരിറ്റി കണ്ടു വരുന്ന ഒരു കോണ്ടാക്ട് ഫോഴ്സ്, ഒരു ലോക്കിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയും. അതെപ്പോഴും മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലോക്ക് ഇതിപ്പോൾ ഒരു ഫ്ലോറിൽ കിടന്നിട്ട് ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുവെങ്കിൽ, ദിസ് ഈസ് ദ മൂവ്മെന്റ് ആണെങ്കിൽ, ദിസ് വിൽ ബി ദ ഫ്രിക്ഷൻ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആ ബ്ലോക്കിന്റെ മൂവ്മെന്റിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇപ്പോഴും നമ്മൾ ആക്ട് ചെയ്യാൻ കൂടി ഓർത്തിരിക്കും. അപ്പോൾ പോളിഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇറഗുലർ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെയൊക്കെ നമ്മൾ പിടിച്ച് വെട്ടി നിരപ്പാക്കുകയാണ് ഫോഴ്സ്. അപ്പോൾ ഇറഗുലാരിറ്റി കുറഞ്ഞു, ഫ്രിക്ഷൻ കുറഞ്ഞു. ഈ ലൂബ്രിക്കൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 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 ഇറഗുലർ ആയിട്ട് ഇടയിലൊക്കെ ലൂബ്രിക്കൻ്റ് ഇങ്ങനെ കിടത്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും എന്തായി? നമ്മുടെ ഫ്രിക്ഷൻ കുറഞ്ഞു. ഡിക്രീസിങ് ഏരിയ ഓഫ് കോണ്ടാക്ട്, രണ്ട് വിരലുകൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനാണോ നിങ്ങൾക്ക് ഈസിനെസ്? ഈ കൈ മൊത്തം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യാനാണോ നിങ്ങൾക്ക് ഈസിനെസ്? രണ്ട് വിരലുകൾ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യാനാണ് ഈസി. വൈ? ബിക്കോസ് ഇതിന്റെ കോണ്ടാക്ടിങ് സർഫസ് ഏരിയ വളരെ കുറവാണ്. സോ കോണ്ടാക്ടിങ് സർഫസ് ഏരിയ കുറഞ്ഞാലും ഫ്രിക്ഷൻ ഫോഴ്സ് കുറയും. സിമ്പിൾ, ദാറ്റ്സ് ഓൾ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഓൾ വിൽ ബി ദ ആൻസർ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ അല്ലോട്ടാ. വെരി ഞാൻ ഈ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദീസ് ഓൾ ആർ ഒറ്റ നോട്ടത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈ? ബിക്കോസ് ഇതാണ്, ഇങ്ങനെ എടുത്താൽ ഇത് വൃത്തിയായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറുള്ളൂ. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി എ വെർത്തി ദാറ്റ് മച്ച്. ബിക്കോസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? കണ്ടാൽ തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പല പല ഭാഗത്ത് നിന്ന് റെഫർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നത്. അതിനകത്ത് ഒരു 150-200 ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയിട്ടാണ് അതിന് പെറുക്കി എടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുമെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ RRB ജെയുടെ കോഴ്സ് ക്ലാസ്സിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വേഗം തന്നെ നമ്മുടെ അക്കാഡമിയുടെ നമ്മുടെ RRB ജെയുടെ കോഴ്സിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത്, ഇന്റേണൽ ഫോഴ്സസ് ആർ ആൾവേസ്. മൈ ഡിയർ, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിച്ചു, എൻ്റെ വയറ്റിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങളും ബഹളങ്ങളൊക്കെ, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കഴിച്ചതൊന്നും സുഖമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുമാതിരി പൊള്ളം വരുന്ന പോലെയും ഒക്കെ തോന്നാറുണ്ടല്ലേ? ദാറ്റ് ഓൾ ആർ ഇന്റേണൽ ഫോഴ്സസ്. ഈ ഇന്റേണൽ ഫോഴ്സസ് എന്നെ എവിടേക്കെങ്കിലും ചാടിക്കാനോ ഓടിക്കാനോ എന്നെ വീഴ്ത്താനോ കാരണമാവുമോ? നോ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ വയ്യടാ ഇങ്ങനെ പറയത്തുള്ളൂ. അല്ല, ഞാൻ വീണു പോകാനോ ഞാൻ ചാടാനോ ഓടാനൊന്നും ആ ഉള്ളിലുള്ള പൊള്ളങ്ങൾക്കൊന്നും കഴിയുന്നില്ല അല്ലേ? കറക്റ്റ് അല്ലേ? ആൻഡ് വൺ മോർ തിങ്, നിങ്ങളൊരു ബസ്സിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാതെ, കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ പറ സാറേ. ഓക്കെ, നിങ്ങൾ ബസ്സിൻ്റെ ഉള്ളിലോ കാറിൻ്റെ ഉള്ളിലോ യാത്ര ചെയ്യണം. നിങ്ങൾ എത്ര തന്നെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ 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 ആവാൻ ശ്രമിച്ചാലും കാറിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. Because you cannot do anything with the internal force. അതാണ് അതിന്റെ മീനിങ്. ഒരു ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വിച്ച് മീൻസ് ദ ഇന്റേണൽ ഫോഴ്സസ് ആർ ഓൾവേസ് ബാലൻസ്ഡ്. കാരണം ബാലൻസ്ഡ് അല്ലെങ്കിൽ ആ ബോഡിയിൽ മൂവ്മെന്റ് ഉണ്ടാവും. ഒരു ബോഡിയിൽ എപ്പോഴാണ് ഒരു മൂവ്മെന്റ് സംഭവിക്കുക? അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അൺബാലൻസ്ഡ് ആവണം. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഒരു ക്വാണ്ടിറ്റി കിട്ടണം. ആ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ അതിന് മൂവ്മെന്റ് ഉണ്ടാവും, അതിന് ആക്സലേഷൻ സംഭവിക്കും. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരിക്കലും ബാലൻസ് ആവണമെന്നില്ല. മനസ്സിലാണ്ട എപ്പോഴും എന്തായിരിക്കും? എക്സ്റ്റേണൽ ഫോഴ്സ് ബാലൻസ്ഡ് ആവാം അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആവാം. കഥ മനസ്സിലായോ? സോറി, ഇന്റേണൽ ഫോഴ്സ് ആർ ഓൾവേസ് ബാലൻസ്ഡ്. അടുത്തത്, ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി to the total time, that is total distance by total time. നമ്മൾ എന്താണ് പറയുക? The thing is average speed. So average speed is nothing but, my dear, average speed ആണ് നമ്മളത് പറയാ total distance by total time.
ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതേസമയം ഒരു മൂവ്മെന്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസും ഈ ഒരു പർട്ടിക്കുലർ ടൈമും എടുത്തു കഴിഞ്ഞാൽ ഇത് വെറും സ്പീഡ് എന്ന് പറയുന്നത്, നോട്ട് ആവറേജ് സ്പീഡ്. ഈ ടോട്ടൽ ജേണി ഉണ്ടല്ലോ മക്കളെ, ഈ ടോട്ടൽ ജേണി ഇല്ലേ, ഈ ടോട്ടൽ ജേണിയുടെ എന്താണ് ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അപ്പൊ സ്പീഡും ആവറേജ് സ്പീഡ് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഉത്തരം തെറ്റിക്കാൻ ചിലപ്പോൾ സ്പീഡും കൂടി തന്നേക്കാം. ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു. അടുത്തത്, എ ബോയ് സിറ്റിംഗ് ഇൻ ആൻ ഓപ്പൺ, വെരി എക്സലന്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ, വെരി എക്സലന്റ് ക്വസ്റ്റ്യൻ, വെരി എക്സലന്റ് ക്വസ്റ്റ്യൻ. എ ബോയ് സിറ്റിംഗ് ഇൻ ആൻ ഓപ്പൺ കാർ മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ത്രോസ് എ ബോൾ സ്ട്രൈറ്റ് അപ്പ് ഇൻ ദി എയർ. സാറാ ഇതൊക്കെ ഞങ്ങൾ എൻട്രൻസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്. എൻട്രൻസിന്റെ ഒക്കെ ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. A boy sitting in an open car moving with a constant speed throws a ball straight up into the air. The ball falls. Questions, options ആണ്. Exactly in the hands which threw it up. എറിഞ്ഞ് അവിടെ തന്നെ കൈ തന്നെ തിരിച്ചു വരും. Ahead of his hand. കുറച്ച് അപ്പുറത്ത് പോയി വീഴും. Behind his hand. അവന്റെ പുറകിൽ പോയി വീഴും. ഒന്നുമില്ല, നത്തിങ്, പറയാൻ സാധിക്കില്ല. The answer is exactly in the hands which threw it up. Why? Because a boy sitting in an open car moving with a constant speed, my dear. കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് എന്തില്ല, ഫോഴ്സ് ഇല്ല. ബിക്കോസ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സലറേഷൻ. ഇഫ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മീൻസ് dv by dt is equal to a equal to 0. That means there is no force and all. If there is no force, the movement will not be happen. I mean displacement സംഭവിക്കത്തില്ല. എന്ത് സംഭവിക്കും, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കത്തില്ല. ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, ലീനിയർ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കത്തില്ല. അപ്പൊ ബോൾ നേരെ ഇട്ട് കഴിഞ്ഞാൽ ബോളിന് ഒരിക്കലും ലീനിയർ മൂവ്മെന്റോ ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ബോഡി എപ്പോഴും അത് എങ്ങനെയാണ് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. നമ്മൾ പറഞ്ഞില്ല ഇനേഷ്യന്റെ കൺസെപ്റ്റ്, ഒന്നിലെ ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. സോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ ബോഡി ഈ ബോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബോളും ഞാനും എൻ്റെ കൈയും ഒക്കെ യൂണിഫോം വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ അങ്ങനെ തന്നെ പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ആ ബോഡിക്ക് എക്സിസ്റ്റ് ചെയ്യുക. ഇട്ട് കഴിഞ്ഞാലും ഈ ബോൾ യൂണിഫോം വെലോസിറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കും, എൻ്റെ കൈ യൂണിഫോം വെലോസിറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ ബോളിന് കറക്റ്റായിട്ട് എൻ്റെ കൈ തന്നെ വീണ്ടും വീഴും, അത്രയുള്ള പരിപാടി. ഇല്ലാണ്ട് കൂടുതൽ ദൂരം പോയില്ല. കൂടുതൽ ദൂരം പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം കുട്ടാ? എൻ്റെ മുന്നിൽ വീഴണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ വെലോസിറ്റി കുറയണം. എൻ്റെ പിന്നിൽ വീഴണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ വെലോസിറ്റി കൂടണം. രണ്ടും സംഭവിക്കുന്നില്ല. അവന്റെ കൈ തന്നെ എന്റെ ബോൾ വീഴത്തുള്ളൂ. വെരി എക്സലന്റ് ക്വസ്റ്റ്യൻ, വെരി എക്സലന്റ്, വെരി എക്സലന്റ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുണ്ടോ? ദിസ് ഇസ് ദ റേഞ്ച് ഓഫ് അവർ ക്ലാസ് മൈ ഡിയർ, ദിസ് ഇസ് ദ റേഞ്ച് ഓഫ് അവർ ക്ലാസ്. ഓക്കെ, അടുത്ത് നോക്കൂട്ടാ. ഡാംപ് ക്ലോത്ത് ആർ ഡ്രൈഡ് ഇൻ സ്പിൻ ഡ്രയേഴ്സ് ബൈ ദ ആക്ഷൻ. വെരി സിമ്പിൾ. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് തവണ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എന്താ കൂട്ടാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്യൂഡോ ഫോഴ്സ് ആണ്. നമുക്ക് കാണാൻ ഒരു റീസൺ ഇല്ല, ഐ മീൻ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ഫോഴ്സ്, വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റില്ലാത്തൊരു ഫോഴ്സാണ്. അതിനെപ്പോഴും ആ ഒരു റെഫറൻസിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രം അത് ഫീൽ ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലാണോ? ഒരു അരോ പിടിച്ച് പുറത്ത് വെളിയിലേക്ക് വലിക്കുന്ന പോലെ തോന്നുന്ന ഒരുതരം ഔട്ട്വേർഡ്ലി മൂവ് ചെയ്യുന്ന ഫോഴ്സിനെയാണ്, ഇമാജിനറി ഫോഴ്സിനെയാണ് നമ്മളെന്ത് പറയാ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ എന്താ പറയാ, ഡാംപ് ക്ലോത്ത്സ് ആർ ഡ്രൈഡ് ഇൻ സ്പിൻ ഡ്രയേഴ്സ്. നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രയറിലിട്ട് നമ്മൾ തുണി കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വെള്ളത്തുള്ളികളൊക്കെ തെറിച്ച് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ്സ് ഓൾ സിമ്പിൾ. അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ല കൂട്ടാ? ക്ലിയർ ആണ് സാർ, ഡൗട്ട് ഒന്നുമില്ല. അടുത്തത്, നെയിം ദ എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് റേഡിയലി ഇൻവേർഡ്സ് ഡ്യൂറിംഗ് ദ സർക്കുലർ മോഷൻ ഓഫ് എ ബോഡി. വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ്. കൺഫ്യൂസ് ആവരുത്. എപ്പോഴും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയലി ഇൻവേർഡ് ഫോഴ്സ് ആണ് അല്ലേ? റേഡിയലി ഇൻവേർഡ് ഫോഴ്സ് ആണ്. ബട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ഫോഴ്സ് ആണ്. മനസ്സിലുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടാ. ഇഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ റെപ്രസെന്റ് ബൈ y is equal to mt plus c, then the particle moving with. അപ്പൊ നമുക്ക് ചെറിയൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. നോക്കൂട്ടാ, y is equal to mt plus c എന്ന് പറഞ്ഞാൽ this will be the y intercept c and this will be the equation അല്ലേ? ഇതാണ് ആ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ പറയുന്നത്. this is the y is equal to mt plus c. this is the time and this is the y axis. അപ്പൊ ഈ ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? നമുക്ക് ഈ ഒരു മോഷനെ, it is nothing but
y എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടാ ഡിസ്റ്റൻസ്, t എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം. ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം പറ്റും, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും കോൺസ്റ്റന്റ്, ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും കോൺസ്റ്റന്റ്, ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും കോൺസ്റ്റന്റ്. 100 മീറ്റർ അപ്പുറത്ത് നിങ്ങൾ ഗ്രാഫിൽ പോയിട്ട് ഒരു സ്ലോപ്പ് എടുത്താലും സ്ലോപ്പിന്റെ വാല്യൂയിൽ മാറ്റമില്ല. സിൻസ് ദ സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ് ഓൾവേസ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലാണ്ട? ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ദ കോൺസ്റ്റന്റ് വെലോസിറ്റി. ദാറ്റ് ഇസ് കോൾഡ് ദ കോൺസ്റ്റന്റ് വെലോസിറ്റി. ക്ലാരിറ്റി വന്നൂട്ടാ? ക്ലാരിറ്റി വന്നൂട്ടാ? കോൺസ്റ്റന്റ് വെലോസിറ്റി. ശ്രദ്ധിക്കൂട്ടാ, നോക്കൂട്ടാ, ഒരു മിനിറ്റ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ചെറിയ പ്രശ്നമുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് വിചാരിച്ചു പോയി. ശ്രദ്ധിക്കൂട്ടാ, ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ നോക്കൂട്ടാ, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് പറഞ്ഞു. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ദിസ് ഈസ് ദി വെലോസിറ്റി. ഈ y എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നുള്ള ഓർമ്മയിൽ ചെയ്തു പോയതാണ് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആക്സലറേഷനെ സൂചിപ്പിക്കുന്ന ഒരാളാണ് അല്ലേ. ഇറ്റ് ഇസ് ദ കോൺസ്റ്റന്റ് ആക്സലറേഷൻ. സോറി കേട്ടോ, ഞാൻ വെലോസിറ്റി എന്താ എഴുതാൻ y എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ മൈൻഡിൽ കിടക്കുന്നത്. ബട്ട് ഇറ്റ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എപ്പോഴും നമ്മുടെ y=mt+c എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ബിക്കോസ് എപ്പോഴും സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഈസ് ആൻ ആക്സലറേഷൻ. സോ ആക്സലറേഷൻ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്, സിമ്പിൾ, ദാറ്റ്സ് ഓൾ. ഓട്ടെ, സോറി കേട്ടോ, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന് ഡിസ്പ്ലേസ്മെന്റ് ടൈം മൈൻഡിൽ കയറ്റി വെച്ചു, അതാണ് പറ്റുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ദ ആൻസർ ഈസ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ക്ലാരിറ്റി വന്നോ? ക്ലാരിറ്റി വന്നു സാർ. അടുത്തത്, if the distance time graph is a curve then it represent. ശ്രദ്ധിക്കണം കൂട്ടാ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വീണ്ടും നമ്മൾ ഇനി കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് മീഡിയസ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇത് കർവ്, ഇത് അങ്ങനെ ഒരു വളഞ്ഞൊരു കർവാണെന്ന് വിചാരിച്ചു. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തായാലും യൂണിഫോം സ്പീഡ് അല്ല, കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും പറയാനില്ല അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്നത് കർവാണല്ലോ. അടുത്തത് യൂണിഫോം മൊമെന്റം മാസിന്റെ വെലോസിറ്റി, മാസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണല്ലോ, വെലോസിറ്റി ഒന്നും കോൺസ്റ്റന്റ് അല്ലോ. നോൺ യൂണിഫോം സ്പീഡ് അത് എനിക്ക് പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് എ കർവ് then it will definitely a non uniform speed, because distance into time graph എന്ന് പറയുന്നതിന്റെ ആ ഡിസ്റ്റൻസ് ബൈ ടൈം, ഇവിടെ എവിടെ ഒരു പോയിന്റ് എടുത്താലും സ്ലോപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ്? ഒരു നോൺ യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലാരിറ്റി വന്നല്ലോ? ക്ലാരിറ്റി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടാ. In the equation of motion 2as equal to v square minus u square, എങ്ങനെയാണ് കേട്ടോ? 2as equal to v square minus u square. എസ് റെപ്രസെന്റ്, ഇതിനകത്ത് എസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എസ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്. എസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. എ എന്ന് പറയുന്ന ആക്സലേഷൻ, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ഓർത്തിരിക്കാം. ക്ലാരിറ്റി വന്നല്ലോ കേട്ടോ. അടുത്തത്, what would be the area under the velocity time graph? ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. ദിസ് ഇസ് ദ വെലോസിറ്റി. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തോ ഒരു കാര്യം സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഏരിയ എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ദാറ്റ് ഇസ് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. ഇപ്പൊ ഇതൊരു എന്താ പറയാ റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുന്നതായിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏരിയ. കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് ആണ് സാർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, കറക്റ്റ് അല്ലേ? ടൈം. ആൻഡ് ദിസ് ഇസ് ദ ടൈം. ടൈം ക്യാൻസൽ ചെയ്ത് പോകില്ലേ? ആൻസർ എന്ന് എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. സോ ഏരിയ ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. ദ ആൻസർ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ദ ആൻസർ ഈസ് വാട്ട്? ഡിസ്പ്ലേസ്മെന്റ്. കിട്ടിയല്ലോട്ടാ. ബട്ട് സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? ആക്സലറേഷൻ. മനസ്സിലാക്കണോ? For a body moving with a non-uniform velocity, non-uniform velocity എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സലറേറ്റ് ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is a constant, so dv by dt എപ്പോഴും 0 ആയിരിക്കും. പക്ഷെ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dv by dt not equal to 0 എന്നാണ് അർത്ഥം, or a will be there, or ആക്സലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. നോക്കൂട്ടാ, ആൻഡ് യൂണിഫോം ആക്സലേഷൻ, ആ ആക്സലേഷൻ നിരക്ക് എന്താണെന്ന് പറഞ്ഞ് യൂണിഫോം ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാണോ? ഫോർ എക്സാമ്പിൾ ഒരു ഫ്രീ ഫോളിംഗ് ബോഡി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ആ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർ എ ബോഡി മൂവിംഗ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സലറേഷൻ,
ആൻഡ് മൈ ഡിയർ യൂണിഫോം ആക്സലറേഷൻ. ഈ യൂണിഫോം ആക്സലറേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ബോഡി ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അത് ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം എക്സാമ്പിൾ അല്ലേ, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, ബട്ട് യൂണിഫോം ആക്സലേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അപ്പോഴേ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹാഫ് GT² ആയിരുന്നു അല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, അപ്പൊ ഈ എസും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ പോകണം മക്കളെ? ലീനിയർ ആണോ? അല്ല. നോൺ ലീനിയർ ആണ് അല്ലേ, നോൺ ലീനിയർ ആയിട്ടാണ് പോണത്. അതില്ലേ പരബോള ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ആൻഡ് ക്ലിയർ ഉണ്ടോ? പരബോള എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനൊക്കെ ആയിരിക്കണം. മൂവ് വിത്ത് നോൺ യൂണിഫോം ബട്ട് പ്രൊജക്റ്റൈൽ മോഷനിലൊക്കെയാണ് ഈ പരബോള എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി തള്ളിവിടുന്ന ഒരു സാധനത്തിനെയാണ്. ഇതിന് പ്രത്യേകിച്ച് ഇനീഷ്യൽ വെലോസിറ്റിന്റെ കാര്യമൊന്നും പറയാത്തത് കൊണ്ട് ദ കറക്റ്റ് ആൻസർ വിൽ ബി നോൺ ലീനിയർ. മനസ്സിലാണ്ടോ? കറക്റ്റ് ആൻസർ വിൽ ബി നോൺ ലീനിയർ. കഥ മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അടുത്ത, the rate of change of linear momentum of a body is proportional to the dash acting on it. Very important thing. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ കൂട്ടാ പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? മോഷൻ, the force is directly proportional to the rate of change of linear momentum, mass into velocity. അപ്പോൾ ഈ the rate of change of linear momentum of the body is directly proportional to the force. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ, d/dt of mv എന്താണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. That is, m is a constant and d/dt of v, that is nothing but m into a. What is m into a? It is nothing but force symbol. Force. കിട്ടിയ കൂട്ട കഥ കിട്ടി സാർ. അടുത്തത്, so the answer is nothing but, my dear, force. The answer is nothing but force. അടുത്തത്, when the speed of a car is doubled, then what will be the braking force of the car to stop it in the same distance? What an excellent question, my dear. What an excellent question. When the speed of the car is doubled, my dear, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ മാസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ കാറിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഹാഫ് mv² ആയിരിക്കും അല്ലേ. സപ്പോസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കുക, സ്പീഡ് ഡബിൾ ചെയ്താലും വെലോസിറ്റി ഡബിൾ ചെയ്തു, എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2v the whole square, which is nothing but 4 times half mv² ആയില്ലേ. എന്ന് വെച്ചാൽ എനർജി എന്ന് പറയുന്നത് 4 മടങ്ങ് വർദ്ധിക്കും സ്പീഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലാണ്ടോ? അപ്പൊ ഈ എനർജിയാണ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ആയി ഫ്രിക്ഷൻ എനർജി കൂടെ ഹീറ്റ് ആയിട്ട് മാറി കാറിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ആള്. അപ്പൊ ഇത്രയും എനർജിനെയും കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന വേറൊരു എനർജി എൻ്റെ കയ്യിലുണ്ടാവണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആ കാറിനുണ്ടാകുന്ന മൂവ്മെന്റ് അല്ലെ, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ആ എനർജി ഡിസിപ്പേറ്റ് ആയിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ ഈ എനർജി തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ഫ്രിക്ഷണൽ ഫോഴ്സിലൂടെ ഞാൻ വാനിഷ് ചെയ്തിട്ട് കാറിനെ നിർത്തുന്നത് അല്ലേ. സോ ദ ബ്രേക്കിംഗ് ഫോഴ്സ് ഓഫ് ദ കാർ ടു സ്റ്റോപ്പ് ഇൻ ദ സെയിം ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൈനറ്റിക് വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രകാരം ഈ എനർജി തന്നെയാണ് വർക്ക് ഡൺ. അപ്പൊ ഈ ഒരു ടൈമിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കിയിട്ട്, കാറിനെ ഒരു എസ് ഡിസ്റ്റൻസിൽ എനിക്ക് നിർത്തണം. സപ്പോസ് എസ് ഡിസ്റ്റൻസിൽ എനിക്ക് കാറിനെ നിർത്തണമെങ്കിൽ, ബ്രേക്ക് അപ്ലൈ നിർത്തണമെങ്കിൽ ആ ടൈമിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഓൺ ദി കാർ എന്തായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട്, മൈ ഡിയർ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, F.S എന്ന് എനിക്ക് പറയാൻ പറ്റും. കറല്ലേ? എഫ് ഇസ് എ കോൺസ്റ്റന്റ് ആണ്. 10, 30 എന്ന് പറയുന്ന ഈ എഫ് കോൺസ്റ്റന്റ് ആണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 4 മടങ്ങ് ഓഫ് പഴയ എഫ് ആയിരിക്കണം. അപ്പോഴല്ലേ ഇതിന് കുട്ടാ ഈ എഫിന്റെ എസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വർക്ക് ഡൺ ആണ് അല്ലേ. ഈ വർക്ക് ഡൺ തന്നെയാണ് ഈ സാധനം, വർക്ക് ഡൺ തന്നെയാണുള്ള എനർജി എന്ന് പറയുന്നത്. എസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ F.S എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണല്ലോ വർക്ക് ഡൺ, വിച്ച് ഈസ് ഈക്വൽ ടു 4 times F.S ആവുമ്പോഴാണ്, മനസ്സിലാണ്ടോ? അതാ ഈ ഹാഫ് mv² എന്ന് പറയുന്നതും F.S സെയിം ആണ്. ഇനി സെയിം അല്ലാതെ കിടക്കാനുള്ള ആൾ ഇവിടെ എന്തായിരുന്നു? 1 ആയിരുന്നു, അതിനെ പിടിച്ച് 4 ആക്കി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ നാലും സെയിം. കഥ മനസ്സിലാണ്ടോ കൂട്ടാ? അപ്പൊ 4 മടങ്ങ് ഫോഴ്സ് എനിക്ക് അപ്ലൈ ചെയ്താലേ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെയിം വർക്ക് ഡൺ ഉപയോഗിച്ചിട്ട് എനിക്ക് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ, സെയിം എനർജിനെ ഡിസിപ്പേറ്റ് ചെയ്തിട്ട്. ഇറ്റ്സ് എ വെരി ഡീപ് കൺസെപ്റ്റ്, മൈ ഡിയർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അല്ലെങ്കിൽ ഒന്നുകൂടി ഈ ഒരു കൺസെപ്റ്റ് കേൾക്കുക കേട്ടോ, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, വർക്ക് ഡൺ തന്നെയാണ് എനർജി.
അപ്പോൾ ബ്രേക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 4 മടങ്ങായിരിക്കണം പഴയ ഫോഴ്സിന്റെ. കിട്ടിയോ കഥ മക്കളെ? എ ബാൾ റോളിംഗ് അലോങ് ദ ഗ്രൗണ്ട് ഗ്രാജുവലി സ്ലോസ് ഡൗൺ ആൻഡ് ഫൈനലി കം ടു റെസ്റ്റ് ഈസ് ഡ്യൂ ടു എന്തായിരിക്കും? ഒരു ബോളിനെ ഞാൻ തറയിലൂടെ ഇങ്ങനെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ കുറെ നേരം മൂവ് ചെയ്തിട്ട് പതുക്കെ നിൽക്കുന്നു. കാരണം എന്താണ്? ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ബോൾ ആൻഡ് ദ സർഫസ്. സപ്പോസ് സർഫസിൽ ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിച്ചു, ഈ ബോള് ഇൻഫിനിറ്റി ലോങ് ദൂരം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അതിനെ ഒപ്പോസ് ചെയ്യാൻ ആരുമില്ല. ബോർഡിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനോ ഡീസലറേറ്റ് ചെയ്യിപ്പിക്കാനോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാണ്ട? ഡീസലറേറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് സ്പീഡ് കൂട്ടാൻ നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതിന് പിടിച്ച് അമത്താൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. കറക്റ്റ് അല്ലേ? A ball moving along the gradually slow down, it's because of the friction. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കോണ്ടാക്ട് ഫോഴ്സ് ഈസ് അനദർ നെയിം ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്ന അനദർ നെയിം ഓഫ് എന്താണ്? ഫ്രിക്ഷൻ അല്ലേ? കാരണം 2 ഒബ്ജക്റ്റുകളെ 2 ലെയറുകളുടെ 2 സർഫസുകളുടെ കോണ്ടാക്ട് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇതും ഒരു തരത്തിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ് കേട്ടോ. അഡ്ഹഷൻ കൊഹിഷൻ എന്നൊക്കെ പറയുന്നതും കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ്. ഒരേപോലുള്ള സർഫസുകളാണെങ്കിൽ കൊഹിഷൻ, ഡിഫറെന്റ് സർഫസുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ അഡ്ഹഷൻ പറയുന്നത്. ദാറ്റ് ആർ ഓൾസോ ടൈപ്പ് ഓഫ് ബട്ട് മോർ അക്യുറേറ്റ് ആൻസർ ഈസ് ഫ്രിക്ഷൻ ഫോഴ്സ് കേട്ടോ. വിച്ച് കോണ്ടാക്ട് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഇൻ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്? ഏത് ഫോഴ്സ് ആണ് ചേഞ്ച് ഇൻ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റിന് കാരണമാവുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്രിക്ഷൻ ഫോഴ്സ്. ബിക്കോസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പിടിച്ചു നിർത്തുന്നു, there is a change in motion. That is because of the friction force between ball and the surface. So the answer is friction. അടുത്തത് more accurate answer is friction കേട്ടോ. ശ്രദ്ധിക്കുക. When a person sitting on a swing stands up on a swing, the frequency of motion. Another beautiful and excellent marvelous question. ഒരു ആള് ഒരു സ്വിങ്ങിൽ ഊഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഞാനൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഇത് എൻ്റെ വീട്ടിലൊരു മാവാണ്, മാവ്. ഈ മാവിൻ്റെ മുകളിൽ ഞാനൊരു കയറൊക്കെ കെട്ടിയിട്ടേ ഞാനിങ്ങനെ ഒരു ഊഞ്ഞാലിരുന്നിട്ട് ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ആട്ടം എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ട് ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എണീറ്റ് നിന്നാൽ എന്ത് സംഭവിക്കും? സപ്പോസ് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നിന്നും ഇത്രയും ദൂരത്തിലാണ് എൻ്റെ എൽ എന്ന് പറയുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം ഇതാണല്ലോ ബോഡി ആയിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഞാനിരിക്കുന്ന ബോഡി, ഞാൻ ഇങ്ങനെയാണ് ബോഡി നിൽക്കുന്നത്. ഇനി ഇതേ മാവില്, ഇതേ കയറില്, ഇതേ ഊഞ്ഞാലില് ഞാൻ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും ഉയരമുള്ള ഒരാളായി മാറിയില്ല എണീറ്റ് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് മൊത്തത്തിലാണ് എന്നൊരു ബോഡി ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത്. വിച്ച് മീൻസ് എൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇത്ര ദൂരമുള്ളൂ, ലെങ്ത്. ആ ബോഡിയിലോട്ടുള്ള ലെങ്ത് ഇത്ര ദൂരമുള്ളൂ. അപ്പോൾ ഇവിടെ എല്ല് കൂടുതലും ഇവിടെ എല്ല് കുറവെന്നുള്ള കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി. നമുക്കറിയാം ടൈം ടി ഈസ് ഈക്വൽ ടു ഒരു സിമ്പിൾ ഹാർമോണിക് ഫോഴ്സ് അല്ലെങ്കിൽ ഓസിലേറ്ററിന്റെ ടൈം പീരിയഡ് ഇക്വേഷൻ 2π√L/G നിങ്ങളൊക്കെ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം കൂടുന്നു മനസ്സിലാണ്ടോ? അപ്പൊ രണ്ടാമത്തെ കേസിൽ ലെങ്ത് കുറവായി. ലെങ്ത് കുറയുമ്പോൾ ടൈം കുറയും. ടൈമും ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. ബട്ട് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താവും? കൂടും. അപ്പൊ ഇവിടത്തെ കേസിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താവും? കൂടുന്നു കുറയുന്നതാണ് ആൻസർ. എങ്ങനെ എത്തുന്നുണ്ട് ആൻസറിലോട്ട് വരുന്ന മെത്തേഡ് കണ്ടുകൂട്ടാ. വെരി സിമ്പിൾ, ബട്ട് തിങ്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നേക്കാളും നിങ്ങൾ എണീറ്റ് നിന്ന് ആടുമ്പോഴേ കുറെ ടൈമിൽ നിങ്ങൾക്ക് ആടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഊഞ്ഞാലാടിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കുറെ നിന്നിങ്ങനെ ആടുകയാണെങ്കിൽ കുറെ ദൂരം നിങ്ങൾക്ക് ആടി കുറെ ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാൻ സാധിക്കും. ഫ്രീക്വൻസി ഇങ്ങനെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. വെരി ബ്യൂട്ടിഫുൾ തിങ്, വെരി ബ്യൂട്ടിഫുൾ. കഥ മനസ്സിലായോട്ടാ? കഥ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത വീണ്ടും ബോംബ്. എ ബോംബ് അറ്റ് റെസ്റ്റ് എക്സ്പ്ലോഡ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഹിരോഷിമ നാഗസാക്കിൻ്റെയൊക്കെ ഞാൻ ആ ഡോക്യുമെൻ്ററികളൊക്കെ ഞാൻ കണ്ടതിന് ശേഷം എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റേബ്ഡ് ആണ്. കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. എത്രയോ ലക്ഷം, 1 ലക്ഷത്തിൽ കൂടുതലാണ്,
1-2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരൊക്കെയാണ് മരിച്ചത്, ആ ഇൻസ്റ്റന്റിൽ മരിച്ചത്. ദൈവം അതിനെയൊക്കെ വിറ്റ് കാശാക്കണോ? ഈ എന്താ പറയുക, ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന പടത്തിലൂടെ അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവട തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഏറ്റുപറച്ചിലും കുറ്റസമ്മതമൊക്കെ ആണെങ്കിലും ഒരു കച്ചവട തന്ത്രമാണ് അതൊക്കെ അല്ലേ? അതിനെയും പൈസയാക്കാൻ നോക്കുന്നു അല്ലേ? എനിവേ, ബട്ട് സിനിമ ഈസ് ക്ലാസിക്, സിനിമ ഈസ് എക്സലന്റ്. ഞാൻ കണ്ടിട്ടില്ല ഓപ്പൺ, മറ്റേ ടോം നോളന്റെ പടമാണ്, അതുകൊണ്ട് തന്നെ അത് അതിന്റെ പീക്കിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. ബട്ട് എനിവേ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നിരപരാധികളെ എത്രയോ പേരെ കൊന്നിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് എന്ത് വെട്ടിപ്പിടിച്ച് എന്ത് സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം അല്ലേ? ബ്രിട്ടനൊക്കെ അനുഭവിക്കും ഇനി, ബ്രിട്ടനല്ല അമേരിക്ക അനുഭവിക്കും. നോക്കാം, എല്ലാവരും പ്രവർത്തിക്കും, സമവും വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവുമല്ലോ അല്ലേ? നേച്ചറിന്റെ റൂളാണത് അല്ലേ? നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവരൊക്കെ. ഹിരോഷിമ, ഇപ്പോഴും ജപ്പാനിലേക്ക് ആൾക്കാരെ നരകിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ക്യാൻസറൊക്കെ ആയിട്ട് ഒരുപാട് നരക ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർ. സോ നെവർ സപ്പോർട്ട് വയലൻസ് മൈ ഡിയർ അറ്റ് എനി കോസ്റ്റ് അല്ലേ? ഒരിക്കലും യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല സത്യം. Anyway, come to our point. A bomb at rest explodes into a larger number of tiny fragments. റസ്റ്റിലിരിക്കുന്ന ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് കുറെ പീസുകളായി മാറുന്നു. ദ ടോട്ടൽ മൊമെന്റം ഓഫ് ഓൾ ദ ഫ്രാഗ്മെന്റ് ഈസ്, എന്തായിരിക്കാം ടോട്ടൽ? അതായത് ഒരു വലിയ ബോംബ് മക്കളെ, വലിയൊരു ബോംബ്, അതിന് എം എന്ന് പറയുന്ന മാസ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി അതിന് വെലോസിറ്റി, അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? എം വി ആണ്. ഇനീഷ്യൽ മൊമെന്റം ബോംബിന്റെ എന്താണ്? 0 ബിക്കോസ് മാസ് ഭയങ്കര കൈയാണ്. 1000 കിലോ 2000 കിലോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് റസ്റ്റിലിരിക്കുന്ന ബോംബിന്റെ മൊമെന്റം എന്ന് പറയുന്നത് 0. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം എപ്പോഴും മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എന്ത് മൊമെന്റം ആണോ അതിനുണ്ടായിരുന്നത് അതേ മൊമെന്റം തന്നെയായിരിക്കും ഫൈനലി ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. വിച്ച് മീൻസ് ഇത് പൊട്ടിത്തെറിച്ചിട്ടൊരു 10-20 പീസായി മാറിയാലും, സപ്പോസ് ഇതിന്റെ മാസ് M1, ഇതിന്റെ മാസ് M2, ഇതിന്റെ മാസ് M3, ഇതിന്റെ മാസ് M4, ആൻഡ് ഇതിന്റെയൊക്കെ വെലോസിറ്റികൾ നോക്കൂട്ടാ. ഇതിന്റെ വെലോസിറ്റി V1, ഇതിന്റെ വെലോസിറ്റി V2, ഇതിന്റെ വെലോസിറ്റി V3 ആൻഡ് ഇതിന്റെ വെലോസിറ്റി V4. ഇതിന്റെ ഇടയ്ക്ക് ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നതും ഈ പഴയ മൊമെന്റത്തിന് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് M4 V4 will be equal to 0 തന്നെ ആയിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, റൈറ്റ്? ഒരു വെക്ടർ ഇങ്ങനെ പോയി മറ്റേ വെക്ടറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ആക്ട് ചെയ്ത് അതിന് നെല്ലിഫൈ ചെയ്ത് അങ്ങനെ റിസൾട്ടിന്റെ എപ്പോഴും ഇതിന്റെ 0 കിട്ടത്തുള്ളൂ. കാരണം അത് മുമ്പിൽ അങ്ങനെയായിരുന്നു തന്നതേ. മുമ്പിൽ 0 നിന്ന ഒരാൾ പിന്നീട് 0 അല്ലാതാകുമോ? നെവർ. സോ ദാറ്റ് ഈസ് ഓൾസോ 0. ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലാരിറ്റി വന്നോ? സോ ദ ആൻസർ ഈസ് 0. ദ ആൻസർ ഈസ് 0. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ, ഡൗട്ട് ഒന്നുമില്ല സാർ. അടുത്തത് എക്സ്റ്റേണൽ ഫോഴ്സസ്. നമ്മൾ ഒരു ബോഡി, സപ്പോസ് ഒരു ബോഡി ഉണ്ട് മക്കളെ, ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സും F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സും F3 എന്ന് പറയുന്ന ഒരു ഫോഴ്സും ആക്ട് ചെയ്തു. ഈ ഫോഴ്സുകളെ എന്ത് ചെയ്യുന്നതാണ്? ആൾവേസ് ബാലൻസ്ഡ് പറയാൻ പറ്റുമോ? ഇല്ല. നോട്ട് ബാലൻസ്ഡ് എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബാലൻസ്ഡ് ആവാം, ചിലപ്പോൾ ബാലൻസ്ഡ് അല്ലായിരിക്കും. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. കഥ മനസ്സിലാണോ? ദാറ്റ് ഈസ് F1 പ്ലസ് F2 പ്ലസ് F3 ഈ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ബാലൻസ്ഡ് ഫോഴ്സ്. എന്ന് വെച്ചാൽ എപ്പോഴും അത് അങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് കൈ കടഞ്ഞു, അത് എടുത്തു കഴിഞ്ഞാലോ. ഒരാൾക്ക് കൈ തള്ളി കൈ കടഞ്ഞു, അയ്യോ വയ്യ എന്ന് പറഞ്ഞാൽ അപ്പം അൺബാലൻസിലേക്ക് പോകും. അപ്പൊ ബാലൻസ് ആവാം, അൺബാലൻസ്ഡ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ലാസ് ദാൻ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൈ ഡിയർ, ഏറ്റവും ഹൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴെപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതിനേക്കാളും കുറച്ചുകൂടി താഴെ നിൽക്കുന്ന ആളാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതിനേക്കാളും കുറച്ചുകൂടി താഴെ നിൽക്കുന്ന ആളാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ ഒരു കണക്ക് ഓർത്ത് വയ്ക്കണം കേട്ടോ. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെക്കണം. എപ്പോഴും വലിയ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആരാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനേക്കാളും താഴെയാണ് എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് സ്മാളർ ദാൻ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞാൽ? ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഇടയിലുള്ള കോണ്ടാക്ട്സ്. അപ്പം ഒരു ബുക്കിനെ, റെസ്റ്റിലിരിക്കുന്ന ഒരു ബുക്കിനെ തള്ളാൻ നിങ്ങൾക്ക് നല്ല ഫോഴ്സ് ആവശ്യമാണ് അല്ലേ? അതേസമയം വൺസ് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഫോഴ്സ് വേണ്ട, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതിനേക്കാളും വളരെ ഈസിയാണ് ഒരു ബിയറിങ്ങിനെ പിടിച്ച് കറക്കാൻ. വിച്ച് മീൻസ് ബിയറിങ്ങിൽ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും ഏറ്റവും സിമ്പിൾ ഫ്രിക്ഷൻ കുറഞ്ഞിട്ടുള്ള ആളാണ് റോളിംഗ് ഫ്രിക്ഷൻ. അതിനേക്കാളും ഫ്രിക്ഷൻ കൂടിയ ആളാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് ഏറ്റവും ഹൈ ആയി നിൽക്കുന്നതും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഭാഗത്തായിരിക്കും കേട്ടോ. അടുത്തത്, ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് മാക്ക് നമ്പർ ഈസ് 1. ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. മക്കളെ മാക്ക് നമ്പർ എന്ന് പറഞ്ഞാലേ നല്ല ഹൈ സ്പീഡായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ പ്ലെയിൻ ആവാം, റോക്കറ്റ് ആവാം, ഇവരുടെയൊക്കെ സ്പീഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിനെയാണ് മാക്ക് നമ്പർ എന്ന് പറയുക. മാക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ മാക്ക് നമ്പർ ഈസ് നത്തിങ് ബട്ട് മൈ ഡിയർ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് സൗണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് എന്താ കൂട്ട സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് നത്തിങ് ബട്ട് മൈ ഡിയർ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. 0, അതായത് 343 മീറ്റർ ഒരു സെക്കൻഡിൽ സൗണ്ടിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മാക്ക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റും 1 ആണ്, 343 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണെന്നല്ല അതിന്റെ അർത്ഥം അല്ലേ? ദാറ്റ് മീൻ ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് സൗണ്ട് ആകുമ്പോഴാണ് മാക്ക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ ജെറ്റിന്റെ ഒക്കെ മാക്ക് നമ്പർ വളരെ ഹൈ ആണ്. ഒരു ഒബ്ജക്റ്റ് സ്പീഡ് ലൈറ്റ് സൗണ്ടിന്റെ വെലോസിറ്റിയിൽ പോകുമ്പോൾ മാക്ക് നമ്പർ 1 എന്ന് പറയും. ഇനിയിപ്പോൾ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് സൗണ്ടിനേക്കാളും കൂടി കഴിഞ്ഞാൽ മാക്ക് നമ്പർ 1 ഗ്രേറ്റർ ദാൻ 1 ആയി മാറും. മനസ്സിലാണല്ലോ, സിമ്പിൾ ലോജിക് ആണ് അല്ലേ? സോ സ്പീഡ് ഓഫ് സൗണ്ട്. അടുത്തോട്ടാ, the distance time graph for the motion of an object moving with a constant speed is a എന്താണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലേ? ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒബ്ജക്റ്റ് മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും വരും സ്ട്രൈറ്റ് ലൈൻ. സോ ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. അടുത്തത്, a particle is moving in a uniform circular motion with a constant speed v along a circle of radius r. The acceleration of the particle is nothing but the centripetal acceleration. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞായിരുന്നു centripetal acceleration is nothing but my dear mv square by mv square അല്ല, അയ്യോ ഇവിടെ എഴുതാം. It's nothing but v square. It is v square by r. This is nothing but a centripetal acceleration. It is a direction quantity vector, also it is a vector. So this is the centripetal acceleration equation. What is the centripetal force F? It's nothing but mv square by r, because force is nothing but mass into acceleration. So mv square by r is the centripetal force. Clear അല്ലേ? So v square by r ആണ് എപ്പോഴും centripetal acceleration. So answer is v square by r. So that is all about today's PYQ session, my dear. Thank you so much.